ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിന്റെ സീസൺ 3യിലെ 9ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഇനി വെറും 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ ഈ സീസണിൽ. അത് കഴിഞ്ഞ് ഈ സീസൺ അവസാനിച്ചു. സോ അടുത്തത് ഏത് സീരീസ് ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. എപ്പോൾ 700 ലൈക്ക് ആവുന്നോ ആ സ്പോട്ടിൽ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, ഒട്ടും സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ആഗ്നോസ്കാവ് ആ സോഡ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ തിരിഞ്ഞു നോക്കൂലടാ എന്നുള്ള സ്കീമിൽ നിൽക്കുകയാണ് ആഗ്നോസ്കാവ്. ഇതേ സമയം തന്നെ ആ ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂയിച്ചിറോ. എന്നെ അങ്ങനെ നിസ്സാരക്കാരനായിട്ട് കാണരുത്, നിന്നേക്കാൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ജീവിച്ചിരിക്കുവാണ് എന്നാ ഡീമൺ മൂയിച്ചിറോയോട് പറയുന്നു. നിന്നെ അത്ര നിസ്സാരക്കാരനായിട്ടൊന്നും കാണുന്നില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് മൂയിച്ചിറോ പറയുന്നു. ഇത് കേട്ട ആ ഡീമൺ പറയാണ്, ഓ നീ ഡീമൺസിനെ കാണാൻ തുടത്തിയിട്ട് കൂടിപ്പോയ ഒരു 10 വർഷമായി കാണും, എന്റെ അത്ര എക്സ്പീരിയൻസ് നിനക്കുണ്ടോ? പകയുള്ള പൂച്ചകളെ പോലെ ഒന്നും സംസാരിക്കരുത് എന്നാ ഡീമൺ മൂയിച്ചിറോട് പറയുന്നു. നിന്നെ കാണാനാണ് പൂച്ചയെ പോലെ, ഒരുപാട് കയ്യും കാലും ഒക്കെ ഉള്ള പൂച്ചയെ പോലെ. നിനക്ക് അസൂയാണ്, എന്നോടുള്ള അസൂയ, എന്നെ പോലെ ഒരുപാട് കയ്യും കാലും ഒന്നും ഇല്ലാത്തതിന്റെ അസൂയാണ് നിനക്ക് എന്നാ ഡീമൺ മൂയിച്ചിറോട് പറയുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരു പൂച്ചക്കും നിനക്കും തമ്മിൽ എന്താ വ്യത്യാസം? നിന്നെ കാണാൻ പൂച്ചയെ പോലെ തന്നെ ഉണ്ടല്ലോ. നീ എന്നെ തളർത്താൻ ശ്രമിക്കുകയാണല്ലേ, ഞാൻ ഒരിക്കലും നിന്റെ വലയിൽ വീഴാൻ പോകുന്നില്ല എന്നാ ഡീമൺ മൂയിച്ചിറോട് പറയുന്നു. ഓ അങ്ങനെയാണോ? എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല, നിന്റെ കയ്യിലുള്ള ആ വേസ് അത് സിമിട്രിക്കൽ ഷേപ്പിൽ പോലുമല്ല, അതൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് വലിച്ചെറിയാൻ തോന്നുന്നുണ്ട്. ഇത് കേട്ട് ടെൻഷനായ ആ ഡീമൺ, എന്റെ ആർട്ടിനെ പറ്റി നീ കുറ്റം പറയലടാ, നീ ആരോടാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് തന്റെ ബ്ലഡ് ഡീമൺ ആർട്ടായ 10,000 ക്ലിൻറ്റിംഗ് സ്ലൈം ഫിഷ് യൂസ് ചെയ്ത് മൂയിച്ചിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുള്ളിൽ നിന്ന് വരുന്ന 10,000 ഫിഷിനെയും മൂയിച്ചിറോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്യാണ്. എന്ത്, എല്ലാത്തിനെയും വെട്ടിയോ? എന്റെ പോയിസൺ നീഡിൽസ് ഉപയോഗിച്ച് അവനെ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടും അവൻ എങ്ങനെയാണ് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ ഡീമൺ ചിന്തിക്കുവാണ്. ഓ അതെന്തെങ്കിലും ആവട്ടെ, അവൻ വെട്ടിയ ആ ഫിഷിന്റെ എല്ലാത്തിന്റെ ബ്ലഡ് അവന്റെ മേത്ത് ആയാൽ മതി, അതിന്റെ പോയിസൺ കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് പറഞ്ഞ് ആ ഡീമൺ ചിന്തിച്ച് നിൽക്കുവാണ്. ഇതേ സമയം മൂയിച്ചിറോ മിസ്റ്റ് ബ്രീത്തിങ്ങിന്റെ 3rd ഫോം യൂസ് ചെയ്ത് അവിടെ വലിയൊരു കാറ്റങ്ങ് വീശുവാണ്. ഇതേ സമയം തന്നെ ആ ഫിഷിന്റെ എല്ലാ ബ്ലഡും ആ ഡീമന്റെ സൈഡിലോട്ട് അങ്ങ് വീശുന്നു. ആ ബ്ലഡിന്റെ കൂടെ തന്നെ മൂയിച്ചിറോയും പോയി ആ ഡീമന്റെ തല അങ്ങ് വെട്ടുന്നു. പക്ഷേ ഇതിനോടൊക്കെ തന്നെ ആ ഡീമൺ തന്റെ തൊലിക്കകത്തു നിന്നും പുറത്തോട്ട് വരുവാണ്. ആ ഡീമന്റെ തൊലിയാണ് മൂയിച്ചിറോ വെട്ടിയത്. എന്റെ തോലിനകത്തു നിന്നും നീ രക്ഷപ്പെട്ടു പോയല്ലേ എന്ന് പറഞ്ഞ് മൂയിച്ചിറോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡീമൺ പറയുവാണ്, നീ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ്, എന്റെ യഥാർത്ഥ രൂപം ഇന്ന് വരെ വെറും 3 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓ അത്ര ആളുകൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മൂയിച്ചിറോ ആ ഡീമണെ കളിയാക്കുന്നു. ഞാൻ ഇത്രയൊക്കെ മാസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്നെ അതിൽ കയറി കളിയാക്കാണല്ലോടാ, മിണ്ടാണ്ടിരിക്കടാന്ന് പറഞ്ഞ് ആ ഡീമൺ പറയുന്നു. എന്റെ ഈ പവർഫുൾ ഫോം കണ്ടവരാരും ഇന്ന് വരെ ജീവിച്ചിരിപ്പില്ല, എന്റെ ഈ സ്കിൻ വളരെയധികം സ്ട്രോങ് ആണ്, എന്റെ ഈ സൗന്ദര്യം കണ്ട് നീ എന്താ വണ്ടടിച്ചു പോയോ? നിനക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് മൂയിച്ചിറോട് ചോദിക്കുന്നു. മൂയിച്ചിറോ ഒന്നും തന്നെ മിണ്ടാണ്ട് ആ ഡീമന്റെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് ടെൻഷനായ ആ ഡീമൺ, എന്തെങ്കിലും ആ വാ തുറന്നൊന്ന് പറയടാ എന്ന് പറയുന്ന നിൽക്കുന്ന സമയത്ത് മൂയിച്ചിറോ പറയാണ്, നീയല്ലേ പറഞ്ഞ് വായടക്കാൻ. ഇത് കേട്ട ആ ഡീമൺ ഇനിയും ടെൻഷനായിട്ട് മൂയിച്ചിറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ മൂയിച്ചിറോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മരത്തിന്റെ മണ്ടേ കയറിയിരിക്കുന്നു. എന്നെ പേടിച്ച് മരത്തിന്റെ മണ്ടേ കയറിയിരിക്കുകയാണോ? എന്റെ ഈ പവർ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഏത് തൊട്ടാലും അത് ഫിഷ് ആയിട്ട് മാറും. എന്റെ സീരിയസ് അറ്റാക്ക് ഞാൻ അത്രയും പെട്ടെന്നൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സ്പ്രിംഗ് പോലെ ഇരിക്കുന്ന എന്റെ ഈ ബോഡി ഫിസിക്സിനെ പോലും ഞാൻ ബ്രേക്ക് ചെയ്ത് എന്റെ ഇഷ്ടത്തിന് ഞാൻ മൂവ് ചെയ്യും. ദാറ്റ്സ് മൈ സീരിയസ് അറ്റാക്ക് എന്നാ ഡീമൺ മൂയിച്ചിറോട് പറയുന്നു. ഇത് കേട്ട് മൂയിച്ചിറോ, ഓ സീരിയസ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ശരീരത്തിന് വലിയ പോറലൊന്നും വരുത്താൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ ആ ഡീമണെ നോക്കി ചിരിക്കുവാണ് മൂയിച്ചിറോ. ഇത് കണ്ട് ആ ഡീമൺ ഇനിയും ദേഷ്യം വരുവാണ്. ഈ ഡീമന്റെ അറ്റാക്കിൽ എന്റെ ബ്രദർ മരിച്ചുപോയി, ആ ഡീമണും മരിച്ചുപോയി, ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ഞാനും മരിച്ചു പോകും എന്ന് പറഞ്ഞ് മൂയിച്ചിറോ കണ്ണടക്കമാണ്. കണ്ണ് തുറന്നു നോക്കുന്ന മൂയിച്ചിറോ കാണുന്നത് മാസ്റ്ററുടെ വൈഫും അവരുടെ കുട്ടികളും അതാ ഇപ്പൊ മൂയിച്ചിറോയെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിലൊരു കുട്ടി മൂയിച്ചിറോയെ നോക്കിയിട്ട് ഈ കുട്ടി മരിച്ചുപോയെന്ന് പറയുന്നു. എന്റെ ജീവനെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് മൂയിച്ചിറോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാണ് അവർ. അവരെന്ന് അവിടെ വന്നിരുന്നില്ലെങ്കിൽ ഞാനും മരിച്ചുപോയേനെ. അംനീഷ വന്നതുകൊണ്ട് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോയി. പക്ഷേ എന്റെ ബോഡി അതൊന്നും മറന്നിട്ടില്ല. എന്റെ ബോഡിയിലുണ്ടായ ഓരോ വേദനയും ഞാൻ മറന്നിട്ടില്ല. ഞാൻ മരിക്കുന്നവരെ അത് മറക്കുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. ഇവിടെയുള്ള എല്ലാ ഡീമൺസിനെയും കൊല്ലണം, അതാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മൂയിച്ചിറോ ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതേസമയം ആ ഡീമൺ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് മൂയിച്ചിറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആ ഡീമൺ ആണെങ്കിൽ വളരെ സ്പീഡിൽ മൂയിച്ചിറോയുടെ ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂയിച്ചിറോക്ക് അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. എന്ത് പറ്റി, എന്റെ സ്പീഡ് നിനക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമൺ മൂയിച്ചിറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇപ്പൊ കൊല്ലുവടാന്നും പറഞ്ഞ് മൂയിച്ചിറോയുടെ അടുത്തോട്ട് വരുവാണ് ആ ഡീമൺ. ഇതേ സമയം തന്നെ മൂയിച്ചിറോ നിന്നോടത്ത് നിന്ന് അപ്രത്യക്ഷമാവാണ്. ആ ഡീമൺ ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം, മിസ്റ്റ് ബ്രീത്തിങ് 7th ഫോം. ഓ ഇവിടെയാണോ എന്ന് പറഞ്ഞ് ആ ഡീമൺ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ആരുമില്ല. പിന്നീട് ബാക്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. അങ്ങോട്ട് പോയപ്പോ അവിടെയും കാണാനില്ല. ആ ക്ലൗഡ്സിനുള്ളിൽ അവൻ എങ്ങോട്ടൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഡീമണ് അവനെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല.
ഹേ ഡീമൺ, ഇത്ര നേരം ഞാൻ സീരിയസ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നീ വിചാരിച്ചോ? ഞാൻ സീരിയസ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നടക്കുക എന്ന് പറഞ്ഞ് ആ ഡീമന്റെ തല വളരെ സിമ്പിളായിട്ട് എന്നെ അങ്ങ് വെട്ടുന്നു. അതും ആ ഡീമൺ പോലും അറിയാത്ത പോലെ. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ടാഞ്ചറോ റോയി ഡീമന്റെ അമ്മയെ കൊന്ന സീനാണ് ഓർമ്മ വന്നത്. എന്തുപറ്റി? എന്റെ തല എന്തെങ്ങനെ തലകുത്തനെ നിൽക്കുന്നേ? മൂസാങ് ഗിബ്സിനോട് ഞാൻ ഇവനെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. ഇവൻ എന്റെ തല വെട്ടിയോ? ഇല്ല, ഒരിക്കലും നടക്കില്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. ഒരു ചെറിയ കുട്ടിയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയോ? അതും ഇവനെപ്പോലെ ഒരുത്തന്റെ മുമ്പിൽ എന്നാ ഡീമൻ പറയാണ്. ബൂയിച്ചിറോ പറയാണ്, പെട്ടെന്ന് എന്നെ ചാവ്, ഒരിക്കലും ഇനി തിരിച്ചു വരരുത്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ തല വെട്ടുവാടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമൻ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ബൂയിച്ചിറോ മതി നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമന്റെ തല അങ്ങ് വെട്ടുന്നു. പിന്നീട് ആ ഡീമന്റെ തല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരുപാട് അങ്ങ് വെട്ടിയിട്ട് ബൂയിച്ചിറോ പറയുന്നു, നീ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് തീരെ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, പെട്ടെന്ന് എന്നെ നരകത്തിലോട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് ബൂയിച്ചിറോ പറയുന്നു. ആ ഡീമൺ അവിടെ നിന്നും ആവിയായി പോകുന്നു. പിന്നീട് ബൂയിച്ചിറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. മാസ്റ്ററുടെ മുമ്പിൽ മുഴിച്ചിറോ ഇരിക്കുന്ന സമയത്ത് മാസ്റ്റർ മുഴിച്ചിറോയെ പറ്റി പറയുകയാണ്, നിന്നെ പറ്റി നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ കൊണ്ട് നിന്റെ മുഴുവൻ സ്ട്രെങ്ത്തും പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ മുഴിച്ചിറോ എന്ന് മാസ്റ്റർ മുഴിച്ചിറോട് പറഞ്ഞത് മുഴിച്ചിറോക്ക് ഓർമ്മ വരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മാസ്റ്റർ, ഇപ്പോൾ എൻ്റെ മനസ്സിന് യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ട്രൂ സ്ട്രെങ്ത് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ലോകത്ത് ഒരു ഡീമണെ പോലും ബാക്കി വെക്കാതെ എല്ലാ ഡീമണെയും ഇല്ലാതാക്കുന്നതാണ് എന്റെ കടമ എന്ന് മുയിച്ചർ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ കാണുമൂരി അങ്ങോട്ട് വരുന്നു. ഹലോ ടോക്കിട്ടോ, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണെന്ന് മുയിച്ചർ പറയുന്നു. കണ്ട അങ്ങനെ തോന്നില്ലല്ലോ എന്ന് കാണുമൂരി പറയുന്ന സമയത്ത് ഞാൻ ഓക്കെ തന്നെയാണ്, എനിക്ക് ഇനി ടാഞ്ചറോയെ പോയി സഹായിക്കണം എന്ന് ലോ ടോക്കിട്ടോ പറയുന്നു. ഇത് കേട്ട് കാണുമൂരി, നിങ്ങളുടെ ശരീരമൊക്കെ എന്താ വിറച്ചുകൊണ്ടിരിക്കുന്നേ, നിങ്ങൾക്ക് എന്താ പറ്റിയേ, നിങ്ങളെ കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുയിച്ചറോയെ 4 കുലുക്കുവാണ്. വായിൽ നിന്നും എന്തൊക്കെയാ പതയൊക്കെ വന്ന് ദേ കിടക്കുന്ന ചട്ടിയും കലോ എന്ന് പറഞ്ഞ് മുയിച്ചറ താഴോട്ട് വീഴുന്നു. അയ്യോ ലോ ടോക്കിട്ടോ, നിങ്ങൾ ചത്തുപോയോ? അയ്യോ ഞാനിപ്പോ എന്ത് ചെയ്യും? ആഗ്നോസ്കാവ് ഓടി വായോ, അയ്യോ ഓടി വരികേ. ഈ ആഗ്നോസ്കാവ് ഞാൻ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും എന്നെ സഹായിക്കാൻ വന്നില്ല, പിന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം പുറകിൽ നിന്നൊരു ശബ്ദം, അയാളെ നേരെ കടത്ത്. ഓക്കെ ശരിയെന്നും കാണുമൂരി പറയുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കൊട്ടെക്സോ ആയിരുന്നു. ഇത് കണ്ട് എന്ത് കൊട്ടെക്സോ, അയ്യോ പ്രേതോ, കൊട്ടെക്സുവിന്റെ പ്രേതോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുമൂരി. ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ മരിച്ചിട്ടില്ലെന്ന് കൊട്ടെക്സ് പറയുന്നു. കാണുമൂരി പറയാണ്, ചില പ്രേതങ്ങൾക്ക് അവർ മരിച്ചത് പോലും അറിയില്ല. നിന്റെ വയറ്റിന് അത്രയ്ക്കും ആഴമായിട്ടുള്ള മുറിവാണ് ഉണ്ടായിരുന്നത്, തീർച്ചയായിട്ടും നീ മരിച്ചിട്ടുണ്ടാവും, നീ ഇപ്പൊ പ്രേതമാണെന്ന് പറയുന്നു. ഇത് കേട്ട് കൊട്ടെക്സ് പറയാണ്, എന്റെ കൈയാണ് മുറിഞ്ഞത്, എന്റെ വയറ്റിന് യാതൊരുവിധ പ്രശ്നവും പറ്റിയിട്ടില്ല, അതിന് കാരണം ഇതാണെന്ന് പറഞ്ഞ് ഒരു ഗിൽട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ടാഞ്ചറോ ഇത് എന്റെ അടുത്ത് തന്നതാണ് അവന്റെ സ്വോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. റെൻഗോക്കോന്റെ സ്വോർഡിൽ ഉണ്ടായിരുന്ന ക്ലെൻഡാണത്. ഹാഷറാസായ നമ്മളെ കൊണ്ട് പറ്റുന്നതിലും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കണമെന്ന് റെൻഗോക്കോ മുയിച്ചിറോട് പറഞ്ഞത് മുയിച്ചിറോക്ക് ഓർമ്മ വരുവാണ്. കണ്ടാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിനക്കൊന്നും തന്നെ സംഭവിച്ചില്ല, എല്ലാം നല്ല രീതിക്ക് എന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞ് മുയിച്ചിറോട് അച്ഛന്റെ ശബ്ദം മുയിച്ചിറോക്ക് കേൾക്കുവാണ്. നോക്കുന്ന സമയത്ത് മുയിച്ചിറോട് അച്ഛനും അമ്മയോ അവന്റെ ബ്രദർ എല്ലാം തന്നെ അവിടെയുണ്ട്. നിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് യുയിച്ചിറോ മുയിച്ചിറോട് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അധികം നന്ദിയുണ്ടെന്ന് മുയിച്ചിറോയും പറയുന്നു. ഇതേ സമയം നമ്മുടെ ടാഞ്ചറോയെ കാണിക്കുകയാണ്. 65 അടിക്ക് മുകളിൽ ആ ഡ്രാഗൺസിനെ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ടാഞ്ചറോക്ക് മനസ്സിലാവുകയാണ്. ടാഞ്ചറോ ഇപ്പോ ആ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ആ ഡ്രാഗൺ സോണിക്സ് വേവ്സ് യൂസ് ചെയ്ത് ടാഞ്ചറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ടാഞ്ചറോയുടെ കേൾവി ശക്തി മൊത്തമായിട്ട് പോയിരിക്കുകയാണ്. ഇതേസമയം നിസുക്കോ അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിസുക്കോ ആ ഡ്രാഗൺസ് പിടിച്ചു വെക്കുവാണ്. ഗണ്ണിയാണെങ്കിൽ തന്റെ ഗണ്ണ് യൂസ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. പക്ഷെ അവന്റെ കൈ യൂസ് ചെയ്ത് ആ ഡ്രാഗന്റെ വായ 2 കഷ്ണമാക്കി മാറ്റുവാണ്. അതേസമയം ടാഞ്ചറോക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഒന്നും കേൾക്കാനില്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ ഡീമൺ ടാഞ്ചറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ടാഞ്ചറോ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ടാഞ്ചറോയുടെ കാലിൽ ആ ഡീമൺ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ 4 ഇമോഷണൽ ഡീമൺസിന്റെ ഇമോഷൻ ഇവർ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടാഞ്ചറോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാഞ്ചറോക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല. 65 അടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ടാഞ്ചറോക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ടാഞ്ചറോ അപ്പുറത്തോട്ട് ഓടുവാണ്. ഇതേ സമയം ആ ഡ്രാഗന്റെ വായക്കകത്തുനിന്നും അതിന്റെ വായക്കകത്തുനിന്നും ഒരു ഡ്രാഗൻ പുറത്തോട്ട് വന്ന് ടാഞ്ചറോയെ പിടിച്ചുകൊണ്ട് പോവാണ്. ടാഞ്ചറോ തന്റെ സോഡ് ഉപയോഗിച്ച് അതിനെ വായ്പ വെട്ടോടാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഡ്രാഗൻ ടാഞ്ചറോയെ അങ്ങ് വിഴുങ്ങുന്നു. ഇത് കണ്ട് ഗനിയെയും നിസ്കോയും ടെൻഷനായിട്ട് ടാഞ്ചറോയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഡ്രാഗന്റെ കയ്യിൽ നിന്ന് പുറത്തു വരാൻ പോലും പറ്റുന്നില്ല. ഇതേ സമയം ആ ഡ്രാഗന്റെ ഉള്ളിൽ എത്തിയ ടാഞ്ചറോയെ ആ ഡ്രാഗൻ അതിന്റെ അകത്ത് കടന്ന് ഞെരിക്കുവാണ്. അതിനകത്ത് കടന്ന് ഞെരുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടാഞ്ചറോ എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല, എന്നെ കൊണ്ട് സോഡൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു. അതെ തീർന്നു, അത്ര തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതാ അങ്ങ് ആകാശത്തു നിന്ന് ഒരാൾ വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ലവ് ഹാഷറ മിക്സൂരി കാൻഡ്രോജി.
ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, എന്നോട് അതിനെ ക്ഷമിക്ക്. പക്ഷെ ഞാൻ വരുന്നവരെ നീ പിടിച്ചു നിന്നില്ലേ? ഇപ്പൊ ഞാൻ വന്നില്ലേ, എല്ലാത്തിനും പരിഹാരം ഞാൻ കണ്ടെത്തി തരാം. നെസുക്കോയെയും ഗന്യനെയും ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞ് ആ ഡീമന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുവാണ് കാൻഡ്രോജി. ഇതേ സമയം ടാഞ്ചറോ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നു, മിസ് കാൻഡ്രോജി അതൊരു അപ്പർ മൂൺ ഡീമൺ ആണ് എന്ന് പറഞ്ഞ് തീരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു ഡ്രാഗനെ അടിച്ചിടുകയാണ് മിക്സ് കാൻഡ്രോജി. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നീട് എൻഡില് നമ്മൾ ഒരുപാട് കാത്തിരുന്ന രണ്ടുപേരെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ജെനിറ്റ്സോനെയും ഇനോസ്കിയെയും. എടാ നമ്മളുടെ ടൈം എപ്പോഴാടാ വരാ എന്ന് പറഞ്ഞ് ജെനിറ്റ്സനോട് ഇനോസ്കി ചോദിക്കുന്നു. ഈ സീസൺ മൊത്തമായിട്ട് നമ്മൾ വരാൻ പോകുന്നില്ല, നമ്മൾ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ജെനിറ്റ്സോയും പറയുന്നു. ഡേയ് പാഞ്ചറോ, പെട്ടെന്ന് തന്നെ ആ അപ്പർ മൂൺ ഡീമണെ കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനോസ്കി ടാഞ്ചറോട് പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.